ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ തിരുനാമങ്ങൾ നാവിന്മേൽ എന്ന അതിമനോഹരമായ കീർത്തനം ഇപ്പോൾ ആലപിക്കുന്നു. രാധാകൃഷ്ണ മുകുന്ദ മുരാരേ സീതാരാമ ജനാർദ്ദന ശൗരേ, ഈ വണ്ണം തിരുനാമങ്ങളെൻ്റെ നാവിന്മേലിനി വണരുളട്ടെ. രാധാകൃഷ്ണ മുകുന്ദ മുരാരേ സീതാരാമ ജനാർദ്ദന ശൗരേ, ഈ വണ്ണം തിരുനാമങ്ങളെൻ്റെ നാവിന്മേലിനി വണരുളട്ടെ. തീർത്ഥാംഭസിൽ കുളിച്ചില്ല ദേഹം, ആർത്തന്മാരിലലിഞ്ഞില്ല ചിത്തം. യാഗം ചെയ്തില്ലൂരച്ചില്ല വേദം, യോഗം നാലെണ്ണമഭ്യസിച്ചില്ല. നിശങ്കം പല പാപവും ചെയ്തു, നിശേഷത്തിനും നിഷ്കൃതിയായി. രാധാകൃഷ്ണ മുകുന്ദ മുരാരേ സീതാരാമ ജനാർദ്ദന ശൗരേ, ഈ വണ്ണം തിരുനാമങ്ങളെൻ്റെ നാവിന്മേലിനി വണരുളട്ടെ. ഉണ്ണാനില്ല ഉടുക്കുവാനില്ല, തിന്നാനില്ല കുടിക്കുവാനില്ല. ഭൂമിക്കില്ല മുളപ്പിക്കാൻ ശക്തി, ക്ഷാമം കൊണ്ടു വലഞ്ഞു ജനങ്ങൾ. നാമോച്ചാരണമൊന്നിനു മാത്രം ക്ഷാമം കണ്ടു തുടങ്ങിയിട്ടില്ല. രാധാകൃഷ്ണ മുകുന്ദ മുരാരേ സീതാരാമ ജനാർദ്ദന ശൗരേ, ഈ വണ്ണം തിരുനാമങ്ങളെൻ്റെ നാവിന്മേലിനി വണരുളട്ടെ. കൂട്ടക്കൊള്ള നടക്കുന്നു റോട്ടിൽ, വെട്ടും കുത്തും പരക്കുന്നു നാട്ടിൽ. സത്യം തീരെയൊരുത്തനുമില്ല,
സ്നേഹം തൊട്ടു കുളിക്കുവാനില്ല. അയ്യോ നാട്ടിലിരുന്നു പോറുക്കാൻ വയ്യാതായി ഗതി എന്തുള്ളു വേറെ. രാധാകൃഷ്ണ മുകുന്ദ മുരാരേ സീതാരാമ ജനാർദ്ദന ശൗരേ. ഈ വണ്ണം തിരുനാമങ്ങളെൻ്റെ നാവിന്മേലിനി വാണരുളട്ടെ. രാധാകൃഷ്ണ മുകുന്ദ മുരാരേ സീതാരാമ ജനാർദ്ദന ശൗരേ. സീതാരാമ ജനാർദ്ദന ശൗരേ. രാധാകൃഷ്ണ മുകുന്ദ മുരാരേ. ഗോപീനന്ദന നിർമ്മല കീർത്തേ ഗോപീചന്ദന ചർച്ചിതമൂർത്തേ. ഗോപീചന്ദന ചർച്ചിതമൂർത്തേ. ഗോപീനന്ദന നിർമ്മല കീർത്തേ. രാധാകൃഷ്ണ മുകുന്ദ മുരാരേ സീതാരാമ ജനാർദ്ദന ശൗരേ. ഈ വണ്ണം തിരുനാമങ്ങളെൻ്റെ നാവിന്മേലിനി വാണരുളട്ടെ. ഈ വണ്ണം തിരുനാമങ്ങളെൻ്റെ നാവിന്മേലിനി വാണരുളട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കളവേണുരവക്കളായ നീലക്കമലാചുംബനലംബടോതിരമ്യ അളിപോദൈവാരവിന്ദമധ്യേ രമതാം മേ ഹൃദി ദേവകീ കിശോര. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവർഷം ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് ദ്വാദശ സ്കന്ധം 12ാമത്തെ സ്കന്ധത്തിൽ 9ാമത്തെ അധ്യായത്തിൽ 10ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇന്ന് ഈ അക്ഷരപൂജ ആരംഭിച്ചിട്ട് 955 ദിവസങ്ങൾ പൂർത്തിയായിരിക്കുന്നു. 10ാമത്തെ ശ്ലോകം ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭഗവൽ പൂജയിൽ എല്ലാം മറന്ന മാർക്കണ്ഡേയൻ പലപ്പോഴും തൻ്റെ പൂജാവിധികളെപ്പോലും പൂജയെപ്പോലും മറന്നുപോയി ഭഗവാനിലുള്ള അനപായിനിയായ അചഞ്ചലമായ ഭക്തി കൊണ്ട്. അങ്ങനെ എല്ലാം മറന്നിരിക്കുന്നു മാർക്കണ്ഡേയൻ. ഈ സമയത്ത് ഹേ തസ്യൈകദാ ഭൃഗുശ്രേഷ്ഠ പുഷ്പഭദ്രാതടേ മുനെ ഉപാസീനസ്യ സന്ധ്യായാം ബ്രഹ്മൻ വായുരഭൂന്മഹാൻ എന്നാണ്. ഭൃഗുശ്രേഷ്ഠ ബ്രഹ്മൻ, ഭൃഗുവംശത്തിൽ പിറന്ന ബ്രഹ്മർഷിയായിരിക്കുന്ന ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ശൗനക ഏകദ ഒരിക്കൽ പുഷ്പഭദ്രാതടേ ഉപാസീനസ്യ തസ്യ മുനെ, പുഷ്പഭദ്രാതടത്തിൽ താമസിക്കുന്ന ആ മുനിയുടെ സന്ധ്യായാം സന്ധ്യാസമയത്ത് മഹാൻ വായു, വലിയ മഹത്തായ വായു, കാറ്റ് അഭൂത് ഉണ്ടായി. ഹേ ഭൃഗുശ്രേഷ്ഠ ശൗനക, ഒരു നാൾ മാർക്കണ്ഡേയ മുനി പുഷ്പഭദ്രാ നദിയുടെ തീരത്ത് താമസിക്കുന്ന സമയത്ത് പെട്ടെന്ന് സന്ധ്യാസമയത്ത് അതിഭയങ്കരമായ കാറ്റ് വീശി. കാറ്റു മാത്രമാണോ വീശിയത്? തം ചണ്ഡ ശബ്ദം സമുദീരയന്തം ബലാഹക അന്വഭവൻ കരാള അക്ഷസ്ഥവിഷ്ഠ മുമുചുസ്തടിദ്ഭി സ്വനന്ദ ഉച്ചൈരഭിവർഷധാര. ചണ്ഡശബ്ദം, കഠിനമായ ശബ്ദം. സമുദീരയന്തം തം അനു, പുറപ്പെടുവിക്കുന്ന അതിനോടുകൂടി തന്നെ വലിയ ശബ്ദത്തോടുകൂടി. കരാളാഹ
ബലാഹകാഹ, ഭയങ്കരമായിട്ടുള്ള മേഘങ്ങൾ അഭവൻ ഉണ്ടായി. തടിദ്ധി, മിന്നലുകളോടുകൂടി, ഉച്ചൈസ്വനന്ത, ഉച്ചത്തിൽ ശബ്ദിക്കുന്നവയായിട്ട്, അക്ഷസ്ഥവിഷ്ഠാഹ, അക്ഷം പോലെ സ്ഥൂലങ്ങളായ, അഭിവർഷധാര, നാലുഭാഗത്തും വർഷധാരകളെ മുമുച്ചു, മേഘങ്ങൾ മോചിപ്പിച്ചു. അതിഭയങ്കരമായ കാറ്റ് മാത്രമല്ല, ആ കാറ്റിനോടൊപ്പം വലിയ ശബ്ദത്തോടുകൂടി കാറ്റ് വീശുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള മേഘങ്ങൾ ആകാശത്ത് വ്യാപിച്ചു. കൂരാക്കൂരിരുട്ട്, മിന്നലുകളുണ്ടായി, ഇടി അതിലും കഠോരമായിട്ട് അവിടെ മുഴുവൻ നിറഞ്ഞു. ഈ സമയത്ത് അക്ഷസ്ഥവിഷ്ഠ, അക്ഷം പോലെ വണ്ടിയുടെ അച്ചുതണ്ടുകൾ എന്നതുപോലെ കനത്ത ജലധാര അല്ലെങ്കിൽ വലിയ കൊടും മഴ അവിടെ ഈ മേഘങ്ങൾ വർഷിച്ചു തുടങ്ങി എന്ന് പറയുന്നു. തതോ വ്യദൃശ്യന്ത ചതുസ്സമുദ്ര സമന്തദക്ഷ്മാതലമാഗ്രസന്ത സമീരവേഗോർമിഭിരുഗ്രനക്രമഹാഭയാവർത്തഗഭീരഘോഷ. തഥാ, അനന്തരം, സമീരവേഗോർമിഭി, കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് ഉണ്ടായ തിരമാലകളോടുകൂടി, ഊർമി തിരമാല, ക്ഷ്മാതലം ഭൂലോകത്തെ, സമന്തത നാലു ഭാഗത്തുകൂടിയും, ആഗ്രസന്ത ഏറ്റവും ഗ്രസിക്കുന്നവയും, ഉഗ്രനക്രമഹാഭയാവർത്ത ഗഭീരഘോഷ, ഉഗ്രങ്ങളായ നക്രങ്ങൾ മുതലങ്ങളോടും മഹാഭയജനകമായിരിക്കുന്ന ആവർത്തങ്ങളോടും ഗംഭീരമായ ഘോഷത്തോടും കൂടിയ ചതുസ്സമുദ്രാഹ, നാല് സമുദ്രങ്ങൾ, വ്യദൃശ്യന്ത വളരെ വിശേഷമായിട്ട് കാണപ്പെട്ടു. അതിഭയങ്കരമായ കാറ്റ്, കാറ്റിനൊപ്പം മഴ, ആ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് തിരമാലകൾ ഉയർന്നു പൊങ്ങണു, ഉഗ്രങ്ങളായിട്ടുള്ള മുതലകൾ, ഭയങ്കരമായിട്ടുള്ള ചുഴികൾ, ഗംഭീരമായിട്ടുള്ള ശബ്ദം, നാല് സമുദ്രങ്ങൾ നാലു ഭാഗത്തുകൂടിയും കരകവിഞ്ഞ് ഒഴുകി ഭൂലോകം മുഴുവൻ, ഈ ധരണിയെ മുഴുവൻ വിഴുങ്ങുന്നത് പോലെ പാഞ്ഞെടുക്കാനായിട്ട് തുടങ്ങി എന്ന് പറയുന്നു. അന്തർബഹിശ്ചാഭിരതിദ്വിഭിഘരൈ ശതഹൃദാഭിരുപതാപിതം ജഗൽ ചതുർവിധം വീക്ഷ്യ സഹാത്മനാ മുനിർജലാപ്ലുതാം ക്ഷ്മാം വിമനാ സമത്രസൽ. അന്തഃ ബഹി, ഉള്ളും പുറവും, അതിദ്വിഭി, ദ്യോവിനെയും അതിക്രമിച്ചിരിക്കുന്ന, അദ്ഭി ജലം കൊണ്ടും, ഖരൈ സൂര്യരശ്മിഭി ഉഗ്രങ്ങളായ സൂര്യകിരണങ്ങൾ കൊണ്ടും, ശതഹൃദാഭി മിന്നലുകൾ കൊണ്ടും, ആത്മനാസഹ തന്നോടുകൂടി ചതുർവിധം ജഗത്ത് നാല് വിധത്തിലിരിക്കുന്ന ഈ ജഗത്ത് ഉപതാപിതം ഉപതപിക്കപ്പെടുന്നു എന്നും, ക്ഷ്മാം ജലാപ്ലുതാം ഭൂമിയെ ജലത്തിൽ മുങ്ങിയതായിട്ടും വീക്ഷ്യ കണ്ടിട്ട്, വിമന മുനി സമത്രസൽ ദുഃഖിതനായ മുനി വല്ലാതെ ഭയപ്പെട്ടു. ഇപ്പൊ ദുഃഖമുണ്ടായി, ഭയമുണ്ടായിന്ന്. ആകാശവും ഭൂമിയും കവിഞ്ഞൊഴുകുന്ന ജലം, അത്രയും വലിയ പ്രളയം, സൂര്യകിരണങ്ങളും ഉണ്ടെന്നാണ്, മിന്നലുകളുണ്ട്, ശ്വേതജങ്ങൾ, അണ്ഡജങ്ങൾ, ഉദ്ഭിജങ്ങൾ, ജരായുജങ്ങൾ, നാല് തരത്തിലാണ് സൃഷ്ടി എന്ന് പറയുന്നത്. വിയർപ്പിൽ നിന്നുണ്ടാവുന്നത്, മുട്ട വിരിഞ്ഞുണ്ടാകുന്നത്, പൊട്ടിത്തെറിച്ചുണ്ടാവുന്നത്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതേപോലെ ശ്വേതജങ്ങൾ, അണ്ഡജങ്ങൾ, ഉദ്ഭിദങ്ങൾ, അതേപോലെ ജരായുജങ്ങൾ, ഇത്തരത്തിൽ നാല് തരത്തിലുള്ള സൃഷ്ടിവർഗങ്ങളുണ്ട്. അതൊക്കെ അടങ്ങിയ, അതോടൊപ്പം താനും അടങ്ങിയ ഈ ലോകം, ഈ ഭൂലോകം മുഴുവൻ ഉള്ളും പുറവും തപിക്കുന്നതായിട്ടും ഭൂമി മുഴുവൻ വെള്ളത്തിനടിയിലായതായും മനസ്സിലാക്കി വല്ലാതെ വേദനിച്ചു, ദുഃഖിച്ചു മുനി. അതേപോലെ അതിലേറെ ഭയപ്പെടുകയും ചെയ്തു. എന്താണ് ഉണ്ടാവുന്നത് എന്ന് അറിയണില്ല. തസ്യൈവമുദ്വീക്ഷത ഊർമിഭീഷണ പ്രഭഞ്ജനാഘൂർണിതവാർമഹാർണവ ആപൂര്യമാണോ വരഷദ്ഭിരംബുദൈ ക്ഷ്മാമപ്യഥാദ്വീപവർഷാദ്രിഭിः സമം ഏവം തസ്യ ഉദ്വീക്ഷത. ഇങ്ങനെ ആ മാർക്കണ്ഡേയൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ, ഊർമിഭീഷണ തിരമാലകൾ കൊണ്ട് ഭയങ്കരമായും, പ്രഭഞ്ജന ആഘൂർണിത വാർമഹാർണവ
വായുവിനാൽ ക്ഷോഭിക്കപ്പെട്ടിരിക്കുന്ന വെള്ളത്തോടുകൂടിയുമായിരിക്കുന്ന ആ മഹാർണവം, മഹാസമുദ്രം, വർഷഡ്ഭി അംബുദൈഹി, വർഷിക്കുന്ന മേഘങ്ങളാൽ ആപൂര്യമാണ്, നിറയ്ക്കപ്പെടുന്നതായിട്ട്. ക്ഷ്മാം ദ്വീപവർഷ അദ്രിഭി സമം, ഭൂമിയെ ദ്വീപുകള്, ഭൂഖണ്ഡങ്ങള്, പർവ്വതങ്ങള്, ദ്വീപവർഷ അദ്രിഭി സമം, ഇവയോടുകൂടി അപ്യധാൽ, ആച്ഛാദനം ചെയ്തു. എന്ന് വെച്ചാൽ ഭൂമി മുഴുവൻ വെള്ളത്തിനടിയിലായി എന്ന് ചുരുക്കം. സക്ഷ്മാന്തരീക്ഷം സദിവം സഭാഗണം ത്രൈലോക്യമാസീൽ സഹദിഗ്ഭിരാപ്ലുതം സ ഏക ഏവോർവരിതോ മഹാമുനിർ ബഭ്രാമ വിക്ഷിപ്യ ജടാ ജഡാന്ധവൽ. സക്ഷ്മാന്തരീക്ഷം, ഭൂമിയോടും അതേപോലെ അന്തരീക്ഷത്തോടും, സദിവം, സ്വർഗത്തോടും കൂടിയ, സഭാഗണം, നക്ഷത്ര സമൂഹത്തോടുകൂടിയും, ദിഗ്ഭീസഹ, ദിക്കുകളോട് കൂടിയതുമായ ത്രൈലോക്യം, 3 ലോകങ്ങളും, ആപ്ലുതം ആസീൽ, ജലത്തിൽ മുങ്ങിയതായി തോന്നി. സ ഏക മഹാമുനിയേവ ഉർവരിത, ആ മഹാമുനി മാത്രം, മാർക്കണ്ഡേയൻ മാത്രം അവശേഷിച്ചിരിക്കുന്നു. ജടാവിക്ഷിപ്യ ജഡാന്ധവൽ ബഭ്രാമ, ജടകളെ വിക്ഷേപിച്ചിട്ട് 4 ഭാഗത്തേക്കും ജടകളെ ചിതറിക്കൊണ്ട്, ജഡാന്ധവൽ, ജഡനെ പോലും അന്ധനെ പോലെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു എന്നാണ്. ഭൂമിയിലും അന്തരീക്ഷത്തിലും സ്വർഗത്തിലുമുള്ള മനുഷ്യര്, ദേവന്മാര്, മറ്റു പ്രാണിവർഗങ്ങളൊക്കെ, നക്ഷത്രാദി തേജോഗോളങ്ങൾ മുഴുവൻ അടങ്ങുന്ന ഈ ത്രിലോകം, 3 ലോകങ്ങളും ജലത്തിൽ മുങ്ങിപ്പോയി. മഹാമുനിയായിരിക്കുന്ന മാർക്കണ്ഡേയൻ മാത്രം ഏകൻ, ബാക്കിയൊന്നും ആ വെള്ളത്തിന് മുകളിലായിട്ട് കാണുന്നില്ല, എല്ലാം വെള്ളത്തിനടിയിലായിരിക്കുന്നു. താൻ മാത്രം, അദ്ദേഹവും അതെ, ഒന്നും അറിവില്ലാത്തവനെ പോലെ, ജഡാന്ധവൽ, ജഡനെ പോലെ, അന്ധനെ പോലെ, കണ്ണു കാണാത്തവനെ പോലെ, തൻ്റെ ആ ജടയൊക്കെ ഇങ്ങനെ 4 പാടും ചിതറിക്കൊണ്ട് പരിഭ്രമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്നു. ഈ സന്ദർഭത്തിലോ ക്ഷുത്രിപരീതോ മകരൈസ്തിമിംഗിലൈരുപദ്രുതോ വീചിൻ അഭസ്വതാഹത തമസ്യ പാരേ പതിതോ ഭ്രമൻ ദിശോ നവേദ ഘം ഗാം ച പരിശ്രമേഷിത. ക്ഷുത്രിപരീത, വിശപ്പ്, ദാഹം, അതേപോലെ ഇത് വ്യാപിച്ചിരിക്കുന്ന മകരൈഹി, മകരമത്സ്യങ്ങൾ, അതേപോലെ തിമിംഗിലൈഹി, തിമിംഗലങ്ങൾ. തിമിംഗിലം എന്നാണ് സംസ്കൃത ഭാഷയിൽ, നമ്മൾ തിമിംഗലം എന്നും പറയാറുണ്ട് അല്ലേ. അങ്ങനെ ഉപദ്രുത, ഉപദ്രവിക്കപ്പെട്ടവരും, വീചിനഭസ്വത, തിരകളാലും കാറ്റിനാലും ഹത, അടിക്കപ്പെട്ടും, അപാരേ തമസി, കരകാണാത്തതായിരിക്കുന്ന അന്ധകാരത്തിൽ, പതിത, അകപ്പെട്ടും, പരിശ്രമേഷിത ഭ്രമൻ, പരിശ്രമം കൊണ്ട് ബാധിക്കപ്പെട്ടും ഭ്രമിച്ചും കൊണ്ടിരിക്കുന്ന ആ മാർക്കണ്ഡേയൻ, ദിശ ഘം ഗാം ച നവേദ, ദിക്കുകളെയും ആകാശത്തെയും അതേപോലെ ഭൂമിയെയും അറിഞ്ഞതേയില്ല എന്ന് പറയുന്നു. ഇപ്പം ഇവിടെ വിശപ്പും ദാഹവും കൊണ്ട് വല്ലാതെ വലഞ്ഞ മകരമത്സ്യങ്ങൾ, തിമിംഗിലങ്ങൾ, അത് മാർക്കണ്ഡേയനെ ഉപദ്രവിക്കാൻ തുടങ്ങി, പിടിച്ചു തിന്നാൻ വന്നു തുടങ്ങി. തിരമാലകളും കൊടുങ്കാറ്റും അതിൻ്റെ അതിശക്തമായ ആക്രമണത്തിൽ വല്ലാതെ തകർന്നുപോയി. ഇനി എവിടെയാണ് കര എന്നറിയാതെ, അതും ആ അന്ധകാരത്തിൽ എവിടെയാ, കര കാണാൻ അറിയണില്ല, എല്ലായിടത്തും ഘോര അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ക്ഷീണം കൊണ്ട് ഒന്ന് ചലിക്കാൻ പോലും സാധിക്കാതെ ഇരിക്കുന്ന മാർക്കണ്ഡേയൻ, ജലമധ്യത്തിൽ പരിഭ്രമിക്കുന്ന മുനി, അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുകയും മുങ്ങുകയും പൊങ്ങുകയും ഉയരുകയും താഴുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മഹാമുനി മാർക്കണ്ഡേയൻ ദിക്കറിഞ്ഞില്ല, ആകാശമേതാണെന്ന് അറിഞ്ഞില്ല, അതേപോലെ തന്നെ താൻ ഇരിക്കുന്ന ഭൂമിയെയും
തിരിച്ചറിയാൻ സാധിച്ചില്ല. താൻ ഇരുന്നിരുന്ന, ഇപ്പം താൻ വെള്ളത്തിൻ്റെ മുകളിലാണ്. അങ്ങനെ ആ മാർക്കണ്ഡേയൻ എന്തറിയണം, എങ്ങനെ അറിയണം എന്നറിയാതെ എത്രയോ കാലം ക്വചിദ്ഗതോ മഹാവർത്തേ തരളൈസ്താഡിത ക്വചിൽ യാദോഭിർഭക്ഷ്യത്തെ ക്വാപി സ്വയമന്യോന്യഘാതിഭി. ക്വചിത് മഹാവർത്തേ ഗതഃ, ചില ദിക്കില് വലിയ ചുഴിയിൽ അകപ്പെട്ടു. ക്വചിത് തരളൈ താഡിത, ചില സ്ഥലത്ത് തിരകളാൽ ആക്രമിക്കപ്പെട്ടു. സ്വയം സ്വതേ തന്നെ അന്യോന്യഘാതിഭി, തമ്മിൽ യുദ്ധം ചെയ്യുന്ന തിന്നുന്ന യാദോഭി, ആ ജലജന്തുക്കളാൽ ക്വാപി ഭക്ഷ്യത്തെ, ചില ദിക്കിൽ ഭക്ഷിക്കപ്പെട്ടു എന്നാണ്. അഗാധമായി ചുഴിയിലകപ്പെടുന്നു, തിരമാലകളുടെ അടിയേറ്റ് തളരുന്നു. ജലാന്തർഭാഗത്ത് താനെ ആ അന്യോന്യം കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന ജലജന്തുക്കൾ ഈ മാർക്കണ്ഡേയ ശരീരാവയവങ്ങളിൽ പിടിച്ചു കടിക്കുന്നു. ക്വചിച്ഛോകം ക്വചിൻ മോഹം, ചിലപ്പോ ദുഃഖം, ചില സമയത്ത് മോഹം. ക്വചിത് ദുഃഖം, ചില സമയത്ത് ആ പരിതപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും, ചില സമയത്ത് സുഖമാണ് എന്ന് തോന്നും. ക്വചിൻ മൃത്യുമവാപ്നോതി വ്യാധ്യാദിഭിരുദാർദ്ധിത, ചില സമയത്ത് രോഗബാധകൾ കൊണ്ട് പീഡിക്കപ്പെട്ടവനായിട്ട് മരണത്തിലേക്ക് എത്തിച്ചേരും. അയുതായുത വർഷാണം സഹസ്രാണി ശതാനി ച വ്യതീയുർഭ്രമതസ്തസ്മിൻ വിഷ്ണുമായാവൃതാത്മന. അയുതായുധ വർഷാണം, അയുതായുധ വർഷങ്ങൾ, 10,000-കണക്കിന് വർഷങ്ങൾ, അല്ലെങ്കിൽ 10,000-കണക്കിന് വർഷങ്ങളുടെ അനേകായിരം വർഷങ്ങൾ, ശതാനി ശതങ്ങൾ. അപ്പൊ എത്രയോ കാലം അദ്ദേഹം 10,000-കണക്കിന് വർഷശതങ്ങൾ, വർഷസഹസ്രങ്ങൾ അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു എന്നാണ്. തസ്മിൻ, അതിൽ ഭ്രമത, ഭ്രമിക്കുന്നവനും വിഷ്ണുമായാവൃതാത്മന, വിഷ്ണുമായാൽ ആവരണം ചെയ്യപ്പെട്ടവനുമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനേക കാലം വ്യതീയു, കഴിഞ്ഞുപോയി എന്നാണ്. വിഷ്ണുമായ കൊണ്ട് മറയ്ക്കപ്പെട്ട ആത്മബോധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ മായയെ കാണണമെന്ന ആഗ്രഹം പറഞ്ഞതോടുകൂടി ഇവിടെ ജലമധ്യത്തിൽ ചുറ്റിത്തിരിഞ്ഞും കൊണ്ട് എത്രയോ 10,000-കണക്കിന് വർഷസഹസ്രങ്ങൾ അദ്ദേഹം അങ്ങനെ കഴിച്ചുകൂട്ടി എന്ന് പറയുന്നു. ഇങ്ങനെ ഇരിക്കുകയാണ് ഒരാൽവൃക്ഷവും, ആ ആൽവൃക്ഷത്തിൽ ഭഗവാന്റെ സ്വരൂപവും മാർക്കണ്ഡേയൻ കാണുന്നത്. ആ രംഗം നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. ആരതിയൊഴിയുന്നു ഞങ്ങൾ, ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു
സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമല മഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം
ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.